ക്ലിയറല്ലേ നമ്മളിപ്പോൾ എവിടെ യൂസ് ചെയ്യും കണ്ണൂർ മുത്തപ്പൻ്റെ അമ്പലത്തിൽ വന്നിരിക്കാട്ടാ നമ്മൾ ഇന്നലെ രാത്രി ഇറങ്ങിയില്ലേ നമ്മുടെ ടീമല്ലാട്ടോ നമ്മുടെ അണ്ണന്മാരായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ടീമായിട്ട്. അപ്പോൾ എന്താ പറയുക യൂസ് ചെയ്യാൻ കൊട്ടിയൂർക്കാണ് നമ്മൾ നേരെ പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഇവിടെ വന്നു നമ്മൾ ഇവിടെ നിന്ന് തൊഴിലിട്ട് നേരെ അങ്ങോട്ട് പോകണം. ഇന്നലെ രാത്രി ഇറങ്ങിയില്ലേ രാത്രിയുടെ വിശേഷം ഒന്നും കാണിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഓണായിരുന്നു. അപ്പോൾ വെച്ചാൽ രാവിലെ ഇപ്പോൾ ഫ്രഷ് ആയി ചായ കുടിച്ചു. ഇനിയിപ്പോൾ നേരെ ഞാൻ നേരത്തെ വന്നിട്ടില്ല ഇപ്പോഴല്ലേ ഏകദേശം ഒരു 10-20 കൊല്ലം മുമ്പ് നമ്മൾ വന്നാട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മയൊക്കെ ആയിട്ട് വന്നതാണ്. ഇന്ന് പക്ഷെ നമ്മൾ വന്നപ്പോൾ നമുക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ നമ്മൾ വിശേഷങ്ങൾ കാണാം. ഇല്ലടല്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉള്ളിലേക്ക് വന്നിട്ടാ. അപ്പൊ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ താമസിച്ചൊക്കെയാണ് നമ്മൾ തൊഴുതിയത്. നേരത്തെ പറഞ്ഞെങ്കിൽ നമ്മൾ രാത്രി വന്നിട്ട് ഇവിടെ താമസിക്കുന്ന സെറ്റപ്പ് കണ്ടിട്ടാ. അപ്പൊ അങ്ങനെയായിരുന്നു സെറ്റപ്പ്. അങ്ങനെയായിരുന്നു വന്നത്. ഇന്ന് മറ്റേ മുത്തപ്പൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇല്ലടല്ലേ. അത് കാണിച്ചു ചേട്ടാ നിങ്ങൾക്ക് അവിടെ ആയിട്ടുണ്ട് കാണിച്ചത് ഇല്ലടല്ല. അപ്പൊ നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടാ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വെളി വന്നു. ഉള്ളി നമ്മളെ വീഡിയോ ആയിട്ട് പോയതും അവിടെ മറ്റു മുത്തപ്പൻ്റെ പരിപാടിയൊക്കെ ആയ കാരണം നമ്മൾ വീഡിയോ എടുക്കേണ്ട പറഞ്ഞു. നമ്മൾ വെളി എത്തിയില്ല. ഇനി നേരെ വന്ന് പോയാണ്. ശങ്കർദാസുണ്ട്, ശ്രീധരനുണ്ട്, അതുകൊണ്ടുണ്ട്, കിരണുണ്ട്, പിന്നെ നമ്മുടെ ദാസാനുണ്ട്, ബാലുണ്ട്, ടീം മൊത്തം ഉണ്ട്. എന്താ കണ്ടു VK. അവിടെ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നെങ്കിൽ ഇവിടെ ബോട്ടിന്റെ മറ്റു സംഭവം ഉണ്ടാ. ബോട്ടിങ് യാത്ര. അപ്പൊ ഇവിടെ ഒരാൾ മീൻ പിടിക്കുന്നത് എന്തായിരുന്നു എത്ര ചൂണ്ടകളെ നോക്കി. അതെ, എത്ര ചൂണ്ടകളെ നോക്കി. കരിമീൻ പിടിക്കുന്നേക്കാള് വീഡിയോ ഓണാണ്. വീഡിയോ കോൾ അല്ല. ഇപ്പൊ പിടിക്കും നോക്കൂ. ആ കാണണം. ആ മുളകൾ മൊത്തം ചൂണ്ടിയാണ് ഇല്ലാടല്ലേ. വലിച്ചു നീക്കോ. ഇപ്പൊ കിട്ടുമോ? ആശയ ആളെ പോരാ. കെട്ടി വെച്ചു ആളെ ഇല്ലാടല്ല. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഫുഡ് കഴിക്കുക. അതാണ് മെയിൻ പരിപാടി. വയറേഷൻ തുടങ്ങി. ഇതാ നമ്മളോട് കട്ടപ്പുണ്ട് ഇല്ലാടല്ല. കറക്റ്റ് ഈ ഒരു വ്യൂ ഉണ്ടോ നിങ്ങൾ നോക്ക്. എന്റെ മോനെ കറക്റ്റ് ചെയ്തെന്താ ചോദിച്ചാൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇതുണ്ടത് ഫ്രണ്ടിൽ ഇതാ ചേട്ടല്ലോ തോന്നുന്നു പോരെ. അമ്പലത്തിന് കറക്റ്റ് ഇപ്പുറത്താണ് സംഭവം. നോക്ക് കറക്റ്റ് ആ ഒരു വ്യൂ ഉണ്ട്. അത് എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് ബോട്ടിങ്ങിന്റെ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ പോലെ പറയും. അതെ, ഫുഡ് കഴിക്കുന്നു. എന്നിട്ട് നേരെ നമ്മൾ കൊട്ടിയൂർ പോകണം കേട്ടല്ലേ. അപ്പോൾ നല്ല മഴ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങാം. വണ്ടി നമ്മുടെ അവിടെ പാർക്കിംഗ് ഏരിയയിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ബാഗ് ഞങ്ങൾക്ക് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. കേടല്ല, ഇത് നമ്മുടെ മുത്തപ്പൻ നമ്മളത്തെ പ്രസാദം ഉണ്ടാ. വെള്ളപ്പയറും തേങ്ങയൊക്കെ ആയിട്ട് കഴിച്ചു നോക്കാം. കേടല്ല, ഒരു ചായ കൂടി ഉണ്ടിട്ടാ. അപ്പോൾ നമ്മൾ വെള്ളപ്പയർ കഴിച്ചില്ല, നമ്മൾ ബാക്കി വെച്ചു. സീതരം കഴിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ച് നോക്കാം. ബാലുണ്ടൊക്കെ തീർത്താം. കട്ടപ്പയൊക്കെ അവിടെ തീർത്ത് നിൽക്കണം. രണ്ടുപേരും സദ്യനൊക്കെ ചായ കുടിച്ച് നോക്കട്ടാ. ഇല്ലടല്ല നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്ട. ഫുള്ള് കടകളാണ്. നമ്മുടെ ടീമൊക്കെ ഒഴിവാക്കി. കിരണാട്ടൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കിരണാട്ടൻ എന്താ സംഭവം നോക്കണത്? അതെ, കിരണാട്ടൻ ചേച്ചിക്ക് കമ്മല് മേടിക്കാനില്ലടല്ലേ. പർച്ചേസ് നടക്കട്ടെ. അപ്പൊ സുഹിതാട്ടൻ എന്താ ഇല്ല ഇല്ല. അപ്പൊ നമ്മളെന്ത് ചോദിച്ചില്ല. ഇനി നേരെ ഇറങ്ങി ഇവിടെ നേരെ നമുക്ക് പോവാം. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. അപ്പൊ വണ്ടി കയറുന്നതാ. സദ്യ കഴിക്കാൻ പോയില്ലേ നമ്മള്? അതെ അതെ. ഓക്കെ, നമ്മളെ അതുകൊണ്ട് എവിടെ പോയി ശങ്കർ എന്തോ മേടിക്കാൻ എന്തോ ശങ്കരിക്ക് എന്തോ ഇതെന്ത് സംഭവം? കാതി വെച്ച് കളിക്കുന്നത്. ചേച്ചി സൂക്ഷിച്ചോ. ചേച്ചി ചെക്കൻ സൂക്ഷിക്കണം. നേരെ പോവാടാ. നടന്ന് തളർന്നോ? നേരെ ഫുഡ് കഴിക്കണം. അതെ, എന്താ ദാസാനുണ്ട്, ബാലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഇതിലുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ എന്താണ് ലഞ്ചിന് വന്നിരിക്കുന്ന ഒരു അന്നദാനത്തില്. ശൈലേശ്വരി അമ്പലത്തിൽ അന്നദാനത്തിൽ വന്നിരിക്കുന്നു. ചോറുണ്ട്, തൈരുണ്ട്, രസമുണ്ട്, മുട്ടക്കോസുപ്പുഴിയുണ്ട്, അച്ചാറുണ്ട്. ഇപ്പൊ കഴിച്ചിട്ടുണ്ട്. ഇല്ലടല്ലേ, നമ്മൾ കൊട്ടിയൂർ എത്തിയിട്ട് അപ്പം കേരളത്തിന്റെ കളി പറഞ്ഞാൽ 5 കളി നല്ല മഴയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റുമോ അറിയില്ല. ആദ്യം ഫോൺ കൊണ്ടുപോകാൻ പറ്റുകയാണ് ഞാൻ നോക്കിയിട്ട് കേട്ടോ. ഫോണ് നല്ല മഴയുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇന്ന് കർണാടകയാണ് കേരളം കൂടുതൽ. നമ്മളെ വണ്ടി തന്നെ ഇരിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വണ്ടി തന്നെ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. പറ്റുകയാണെങ്കിൽ ഞാൻ കവർ ചെയ്യാം. ഇല്ലാന്ന് നമ്മൾ ലോക്കാവുന്ന കേട്ടല്ല. നോക്കാം. പുഴ കണ്ടില്ലേ? പുഴയുടെ അവിടെ ആയിക്കാണ് അമ്പലം. വണ്ടികൾ ഫുള്ള് നിൽക്കുന്നുണ്ട്. നമുക്ക് അറിയില്ല. നോക്കുക എവിടെ നമുക്ക് ഒരു അമ്പലം. പിന്നെ മനസ്സിലാതെ എവിടെ ഇതിലെവിടെ അമ്പലം അവിടെ കഴിഞ്ഞാ ഇല്ല അറിയില്ല. അപ്പൊ നമ്മൾ ഇറങ്ങിയത് ഇവിടെ നനഞ്ഞ പോലെ വൈബാണ്. ഞാൻ മാത്രം ഫോൺ എടുത്തുള്ളൂ. ഫോൺ നനഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ നോക്കാം എന്തായാലും. അപ്പൊ നനഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ തിരക്കാട്ടോ. ഇതാണ് മറ്റേ പൂട്ടാ. കൊട്ടിയൂർ വന്നാൽ മേടിക്കുന്ന പൂ ഇതാണ്ടാ. സമയം വില എത്രയാണെന്ന് അറിയില്ല. നമുക്ക് പോകുമ്പോൾ എന്തായാലും നോക്കാം. അപ്പൊ എല്ലാവരും ബനിയൊക്കെ ഇട്ട് നടക്കുന്നില്ല.
നേരെ നമുക്ക് അവിടെ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എക്സ്പീരിയൻസ് അറിയില്ല. കുളിച്ചിട്ട് ഇങ്ങനെ കയറി പോണ് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് ഇവിടെ 2 അമ്പലമുണ്ട്. എന്ന് വെച്ചാൽ ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും. ഇക്കരെ കൊട്ടിയൂർ വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ അവിടെ കാണുന്ന ഫുൾ ടൈം തുറക്കും. അത് ഫുൾ ടൈം ആണ്. ഇത് വന്നിട്ട് അക്കരെ കൊട്ടിയൂർ പറഞ്ഞാൽ സീസണിൽ മാത്രം തുറക്കുന്നതാണ്. അപ്പൊ നമ്മൾ അക്കരെ കൊട്ടിയൂർക്ക് പോകും. ബസ്സൊക്കെ ഫുള്ള് തിരക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സുകാർക്കൊക്കെ ഇപ്പൊ ചാകരയാണ്. അപ്പൊ നമ്മൾ അക്കരെ കൊട്ടിയൂർക്ക് പോയിട്ട് വരാം. ഇക്കരെ കൊട്ടിയൂരാണ് ഇത്. ഇതിൽ എപ്പോ വേണമെങ്കിൽ പോവാം, എപ്പോ വേണമെങ്കിൽ തുറക്കും. അക്കരെ കൊട്ടിയൂർ സീസണിൽ മാത്രം തുറക്കും. അപ്പൊ നമ്മൾ അക്കരെ കൊട്ടിയൂരാണ് പോകുന്നത്. അപ്പൊ ഈ ജൂലൈ ഈ വെള്ളിയാഴ്ച വരെ ഉള്ളൂ പറഞ്ഞു കേട്ടത്. 30-ാം തീയതി വരെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വെള്ളിയാഴ്ച വരെ പുരുഷന്മാർക്ക് മാത്രം പ്രവേശനമുള്ളൂ. ഇവിടെ ലേശം നമ്മുടെ പറശ്ശിനി കട 2 സൈഡ് കടകളാണ്. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ പോണത്. ഫുള്ളായിട്ട് പൊട്ടിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ സെറ്റപ്പ് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഇപ്പോൾ അതാണ്ട് അതിലിറങ്ങാം നമുക്ക്. ചില ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇതാണ്ട ഫുൾ ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നത്. നമുക്ക് അവിടെ ഇറങ്ങാണെങ്കിൽ ഇറങ്ങാം. എന്തൊരു മനുഷ്യൻ്റെ ഇവിടെ. അപ്പൊ ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറയുന്നത്, അവിടെ ഇറങ്ങാൻ പറയുന്നത്. നമുക്ക് അവിടെ ഇറങ്ങാം. വഴിയൊക്കെ ഫുള്ള് കാട് പിടിച്ച പോലെയാണ്. അല്ലേ, കാട് തന്നെയാണ്. നൈറ്റൊക്കെ തോന്നുന്നുണ്ട്. അതായത് മറ്റേ ലൈറ്റ് കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നൈറ്റൊക്കെ പ്രവേശനം കൊണ്ട് തോന്നുന്നു. വഴികളൊക്കെ ഉണ്ടോ, കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലം കയറിയിട്ടാണ് നമ്മൾ അമ്പലത്തോട് പോകേണ്ടത്. അത് ഈ കുളിക്കാൻ ഇവിടെ വീട്ടിലെ സംഭവം. ഇവിടെ നിറയെ വെള്ളമേക്കാനുണ്ട്. അവിടെ വീട്ടിലില്ല. നമ്മൾ അവിടെ അപ്പൊ നമ്മുടെ ടീമൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. കില്ലറുകൾ. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ അവിടെ കുളിച്ചിട്ടില്ല. അവിടെ നിന്ന് കുളിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ അവിടെ ഒരു മറ്റേ കലിങ്ങ പഴം ഇട്ടില്ല. അവിടെ തന്നെ പിന്നെ കുളിക്കാൻ വേണ്ടി വരികയാണ്. ഞാൻ കുളിക്കുന്ന ഡൗട്ടാണ്. നമ്മൾ ടീമിന് കുളിപ്പിക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ ടീം ഇവിടെ ഇറങ്ങുന്നുണ്ട്. കിരാട്ട് ഇറങ്ങി ഇവരുടെ കട്ടപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഡൗട്ടാണ് ഇപ്പോഴും ഇറങ്ങണ ഡൗട്ടാണ്. നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട്. അത് ശങ്കരിക്ക് തന്നെ തണുപ്പുണ്ടെന്ന് പറയണ്ട. സ്വീറ്റാണ് എല്ലാവരും ഇറങ്ങി. നമുക്ക് നോക്കില്ല. എന്താ വെച്ചാൽ കല്ലെങ്കിൽ വെള്ളം നമ്മുടെ തോട്ടിൽ ഈ സംഭവം ഈ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, പറ്റിയാലേ ഇറങ്ങണുള്ളൂ. നോക്കാം. നമ്മുടെ ടീം മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. മുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. മുങ്ങിക്കോളെ എന്താ കാണിക്കുന്നത്? അതാണ് അവിടെയൊക്കെ ഫുള്ള് മണലാണ് പറയുന്നത്. എല്ലാവരും സ്വീറ്റാനൊക്കെ എന്താ കാണിക്കുന്നത് അറിയില്ല. വീഡിയോ കിരണ്ട വീഡിയോ വിളിച്ചോളേ. സംഭവം തന്നെ നേരത്തെ തെളിഞ്ഞുകൊള്ളാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഇല്ല. അവിടെ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഒരു അവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ പാലത്തിനോട് വീഡിയോ കണ്ടത്. അവിടെ ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന പറഞ്ഞു. പക്ഷെ ഇത് ഫുള്ള് ഇപ്പുറത്ത് ആ സൈഡ് നല്ല ഒഴുക്കായ കാരണം ഇപ്പുറത്ത് ഇറക്കിക്കാണ് വരും. ഇല്ല. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടാ നല്ല തണുപ്പ്. നല്ല തണുപ്പ്. എല്ലാവരും ഇറങ്ങി റെഡി ആയിട്ട് നേരെ അമ്പലത്തിൽ പോവാ. അമ്പലത്തിലല്ലേ? പിന്നെ അതെ. ഒന്ന് നേരെ അമ്പലത്തിൽ പോകും. അവിടെ അതിന് സെറ്റപ്പ് നമ്മൾ ആദ്യമായിട്ട് പോകണി കേട്ടല്ല. അവിടെ അങ്ങനെ നമ്മൾ ബാക്ക് ടു അവിടെ തന്നെ എത്തിക്കണം. പാലത്തിനോടെ എന്ത് വിഷയം ഞാൻ പറഞ്ഞില്ല. നമ്മൾ കുളിച്ചിട്ട് വരുന്നുള്ളൂ പറഞ്ഞ പറഞ്ഞു. എന്ത് വിഷയം ഐതിഹ്യമാണില്ല ഈ ഇറനോടോടി വരിക. പിന്നെ ഞാനിപ്പോൾ നെറ്റിലിട്ടിരിക്കുന്നത് കുറി. ഇതെന്ത് വിഷയം കല്ലില്ല. പുഴയത്തെ കല്ലിനെ എടുത്തിട്ട് വരച്ച് കുറി കിട്ടാണ്ട്. അതൊക്കെ ഓരോ ഐതിഹ്യങ്ങളാണ്. ഇതിന് പോകെ കൂടുതൽ പഠിക്കുക. ഈ പുഴ കൂടുതൽ ഒഴുക്കായത് കാരണം നമ്മൾ കുളിക്കാൻ സമ്മതിക്കാതെ. ഇല്ലെങ്കിൽ ഇവിടെയാണോ കുളിക്കുന്നതൊക്കെ പറയാൻ കേട്ടില്ല. ഇവിടെയൊക്കെ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിൽ വേണം. അത് അപ്പുറ സൈഡാണ്. കില്ലടയിലത് നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്. കാണുന്നതാണ് അമ്പലം. അതാണോ ഇപ്പുറത്തൂടെ വഴി. നമുക്ക് ഇപ്പുറത്തൂടെ പോയി നോക്കാം. കില്ലടല്ല. അപ്പോൾ അമ്പലങ്ങൾ തുടങ്ങുകയാണ്. ഇങ്ങനെ നമ്മൾ ഓരോരോ ഹട്ടായിട്ടാണ് അമ്പലങ്ങൾ. ഫുള്ള് തിരക്കാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. ഫുള്ള് ചെളിവെള്ളവും കാര്യങ്ങളൊക്കെയാണ്. മഴ പെയ്തു കാരണം അതുപോലെ പിന്നെ കെനാരി കൂടെ നടക്കുന്നുണ്ട്. അത് സംഭവം അറിയില്ല. അതാണ് എക്സിറ്റ്. അതൊക്കെ ഓരോ ഇതാണ്. അതിൽ കൂടെ ഇറങ്ങിയിട്ട് അങ്ങനെ വരികയാണ്. തിരക്ക് ഫുള്ള് ഇതാണ്. വൈഡ് റേഞ്ചിട്ട് കാഴ്ച ഫുള്ള് തിരക്കാണ്. ഫുള്ള് തിരക്കാണ്. ഇവിടെ ക്യാമറ ക്ലൗഡ് അടിച്ചു. ഇവരെല്ലാം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കാണാം. വെള്ളം ഫുള്ള് സെറ്റപ്പ് ഞാൻ കാണിച്ചതാണ്. എങ്ങനെയൊന്നും അറിയില്ല. നമ്മളത് ആദ്യം കണ്ടതോ ഫുള്ള് ആൾക്കാർ ഉള്ളതായിട്ടാണ്. ക്ലിയറില്ലേ? അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് അമ്പലത്തിലൊക്കെ തൊഴിലിട്ട് അങ്ങനെ വന്നിട്ടാണ്. ഇപ്പോൾ വളരെ ഡ്രസ്സൊക്കെ മാറി ഫുള്ള് നല്ല. അപ്പോൾ നമ്മുടെ കടയിൽ കയറി വെക്കണം. നമ്മളവിടെ നിന്ന് ഇറങ്ങാനില്ല. ഇനി എന്താ പരിപാടി? നമ്മൾ വയനാട് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വയനാട് റിസോർട്ടിലോട്ട് പോവാം. എന്നിട്ട് അവിടെ നിന്നുള്ള പരിപാടികളൊന്നും ബാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഫുള്ള് മഴ കണ്ടോ. നമുക്ക് സ്റ്റാൻഡിലൊക്കെ മഴ കിടക്കാം. ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. നമ്മളത് ആദ്യമായിട്ടൊന്നും നമുക്ക് അറിയില്ല. അത് വെച്ച് വണ്ടി തിരിക്കാൻ പോയിട്ട് തിരിച്ചിട്ട് നേരെ വന്നിട്ട് നമ്മൾ വയനാട്ടിലോട്ട് പോകാം. അവിടെ കില്ലാടികളെ. അപ്പൊ നമ്മളെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയനാട് എത്തി. കാഫി വാലി എന്നാണ് റിസോർട്ടിന് പേര് കേട്ടോ. നമുക്കൊരു 3 റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം 9,000 സംതിങ് വരുന്നുണ്ട്. റൂം, ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് പൂളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. കുഴപ്പമില്ല. അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടി. നമ്മളെ 11 പേരുണ്ട് കറക്റ്റ്. പിന്നെ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അപ്സ്റ്റേറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റൂം കേട്ടോ. ഇതോ റൂമിലോട്ട് ഞാൻ സുനിതേട്ടൻ, പ്രശാന്തേട്ടൻ, പിന്നെ കട്ടപ്പേൻ്റെ. പക്ഷെ സംഭവം ഒരു സീരിയസ് ആയിരിക്കും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കില്ലർ കാണിച്ചു തരാം. ഇതാ കണ്ടാ ടോം ആൻഡ് ജെറി കണ്ട് സീരിയസ് ആയിരിക്കണം കില്ലറിലെ. ഇതാ അനങ്ങണില്ല. അപ്പൊ നമുക്ക് ഇത് റൂം കിട്ടിയിരിക്കണം. അച്ഛനെ കുഴപ്പമില്ല. പിന്നെ അതൊരു റൂം. ആ റൂമിൽ കയറാണ്ട് ഞാൻ കാണിച്ചിട്ടുള്ളത് തന്നെ ഇങ്ങനെ സീരിയസ് ആയി കേട്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മൾ വേറെ റൂമിൽ കിലോട്ടാ കിരണേ ബരോട്ടെ സദ്യട്ടെ. നമുക്ക് വേറെ റൂമിൽ ആ റൂമിലുണ്ട്. ആരില്ല. ഇവർക്ക് റിമോട്ട് കൊടുക്കുന്നത് ആ ടി വി മുണ്ടാണ്ടിരിക്കുന്നു.
ഇല്ലാട്ടല്ല. പിന്നെ ഇതാ നമ്മൾ വേറെ റൂം ഇതാണ് ഇല്ലാട്ടല്ലേ. അപ്പൊ അങ്ങനെ 3 റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബെഡ് എന്തായാലും പോരാ, എക്സ്ട്രാ റൂം വേണ്ടി വരും. അതാ വെളിയത്തെ വ്യൂ എവിടെ ഇതാ ഇവിടെ ഇല്ലാതെ നമുക്ക് ചില്ലടിക്കാൻ വേണ്ടിയുള്ള ഏരിയയാണ്. നമുക്ക് സൺസെറ്റ് കാണാൻ വേണ്ടി നമുക്ക് രാവിലെ ഒരു ബാൽക്കണി ഉണ്ട്. അതെ, മോർണിംഗ് വ്യൂ. ഒരു നമുക്ക് അല്ലെ സൺസെറ്റ് സൺറൈസ് കാണാം. ഇവിടെ ഒരു സെറ്റപ്പ് ഇതോ, ഇവിടെ ഒരു സോഫ എടുത്ത് കലക്കം ഇല്ലാതെ. അപ്പൊ ഞാനും ശങ്കരി കൂടി ഇരുന്നിരുന്നത് എനിക്ക് ഇതാ കാണിക്കുന്നതാ അവിടെ കേക്ക് ഏട്ടൻ ബാലുവേട്ടൻ. ഇവിടെ സെറ്റപ്പ് പരിപാടി ഇവിടെ എനിക്ക് ആ ടോം ആൻഡ് ഇവിടെ കേട്ടല്ലോ. അപ്പൊ ഇവിടുന്ന് കറക്റ്റ് സൺറൈസ് നമുക്ക് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഞങ്ങളിനി ഫുൾ പരിപാടി തുടങ്ങട്ടെ. സീൻ മൂഡ് ഇനിയിപ്പോ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് വരയ്ക്കും. അതെ, ഓണല്ലേ അവിടെ ആയിട്ട് ഇല്ലാട്ടോ. അപ്പൊ നൈറ്റത്തെ ഫുഡ് വന്നിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ഗീ റൈസ് ഉണ്ട്. ഇവിടെ ഒരു ടോപ്പിൽ തന്നെ അത് ഈ മൂന്നാമത്തുള്ള ടെറസിന്റെ മുകളിൽ തന്നെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ കഴിച്ചിട്ട് വരാം. നമ്മുടെ ബാക്കി ടീമൊക്കെ അടിച്ചോണ്ടിരിക്കുന്നില്ല, ഫുൾ മൂഡിലാണ് അവര്. ഞാൻ വെച്ച് കഴിക്കണേ നല്ല വിശപ്പുണ്ട്. പിന്നെ നല്ല നടക്കണം, കഴിച്ചിട്ട് പെട്ടെന്ന് കിടക്കട്ടെ. പൂളൊക്കെ ഉണ്ട് വിചാരിച്ചിട്ട് കിടക്കാം. അല്ല പൂളുണ്ട്, രാത്രി ഇറങ്ങാൻ വിചാരിച്ച് നടക്കില്ല. അപ്പൊ രാവിലെ ഇറങ്ങില്ല. ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമലാണ് ഓടിണ്ടാരുകാണ് ഒരു പണ്ടറോടാണ് വീടിനടയാള കൊന്ന പച്ചരി ചോറുണ്ട്, പച്ചമീ ചാറുണ്ട്, പച്ചമീ പാടുന്നത് ഒരു കുപ്പി റോഡിന്റെ അരികെ ചാറുണ്ട് സുന്ദരിയേ വാ സുന്ദരിയേ വാ സുന്ദരിയേ വാ അടുത്ത സോങ് തന്റെ താങ്കളുടെ വായന 2 ശ്രുതികൾ പാട്ടാന്ന് അറിയും. അത് നമുക്ക് അത് ജയനാണ് ആ ഡൗസറും കൊണ്ടാ അപ്പൊ പരിപാടി കാണാൻ അടുത്ത് കല്ലാപരിപാടി പരിപാടി നമ്മുടെ കുറച്ച് പേരോടുള്ളൂ. ബാക്കി കുറച്ച് ചില്ലിങ് ഞാൻ കഴിച്ചു വന്നിട്ടാണ് കാണാം. ശങ്കരി നമ്മുടെ ജോയിൻ ചെയ്തിരിക്കണേ. അപ്പൊ എന്തോ കഥ പറയേണ്ട സീതാണ്. പറയും സീതട്ടാ, എന്താ അതിന്റെ കഥ? നോ സ്മോക്കിംഗ്, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ഇല്ലാട്ടല്ല. അത് കുഴപ്പമില്ല, ചില്ലടിക്കാണ്. ശങ്കരി എന്തോ എന്ത് പറ്റി ടച്ചിങ് എന്ത് സംഭവം? ഇത് കാന്താരി മുളക് കഴിച്ചിരുന്നു. എന്റെ വിഷമം വന്ന് ചേട്ടാ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. നമ്മളിപ്പോ വയനാട് വന്നു, ഇവിടെ സ്റ്റേ ചെയ്തു, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത് ഓപ്പൺ ആയില്ലല്ലോ, പറയട്ടെ. വയനാട് ഓപ്പൺ ആയില്ലല്ലോ. വയനാട് ഓപ്പൺ ആയിട്ട് അതടിക്കട്ടെ, അതിലടിക്കട്ടെ. അയ്യോ കില്ലാടില്ലേ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ എണീറ്റിരിക്കേണ്ട. ഇന്നലെ രാത്രി കിടന്നത് പോലും ഓർമ്മയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഫുഡൊക്കെ കഴിച്ച് ചപ്പാത്തി ചിക്കനൊക്കെ കഴിച്ച് പോയി കിടന്നു. നല്ല രീതി ഉറങ്ങി. എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ട്രാവലറിൽ കിടന്നിട്ട് അത്ര ഉറക്കില്ലല്ലോ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ നല്ല രീതി ഉറങ്ങി. ഇപ്പോൾ രാവിലെ ഏകദേശം സമയം 7:20. അതെ, സമയം 7:20 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ എണീറ്റിട്ടുണ്ട്. ഇവിടെ കട്ടപ്പ എണീറ്റിട്ടുണ്ട്, ആസാനുണ്ട്, ശങ്കരപ്പനും കേക്കട്ടെ, എല്ലാവരും എണീറ്റിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഉറങ്ങാണ്. നമുക്ക് ചായ കുടിക്കാം. അതെ, എവിടെ ഗുഡ് മോർണിംഗ്. അതെ, ദാസാട്ടെ
അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ചായ കുടിക്കുക, ചായ വെക്കാൻ പറ്റണ എടുത്ത് അല്ല നമുക്കൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ചായ ഒക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഇവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫുൾ കുളിച്ച് പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഒരു 11 പറഞ്ഞാൽ പ്ലാനായി നോക്കല്ലോ എടുത്താലും. മറ്റേ ഇവിടുത്തെ കഥ പറയും. ഞാൻ പറയാൻ വന്നത് നമ്മൾ ഞാനും ഈ മുകേഷ് ഏട്ടനും കൂടെ നമ്മാറ വിലക്ക് വിടുക. അത് പറയും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുക. എന്നിട്ട് എന്ത് ചെയ്ത് എന്നിട്ട് എന്താ ചെയ്ത് പമ്പി നിർത്താൻ പറഞ്ഞു. പമ്പി നിർത്തി പമ്പിൽ നിർത്തിയ പമ്പി നിർത്തി ഇപ്പൊ വരാൻ ടോയ്ലറ്റിൽ പോയി. നീ ഓടി പോയി തിരിച്ച് വന്ന് നിങ്ങൾ ശങ്കരാവറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ടോയ്ലറ്റിൽ പോവാൻ. വിളിച്ചപ്പോ അപ്പൊ ഇവിടെ ഒന്നും വേണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ എന്നിട്ട് ആ ഡോർ തുറന്നു നോക്കുമ്പോ എന്തായിരുന്നു, അവിടെ വെള്ളം പൊട്ടി. പക്ഷെ മേലെ ബ്രഷ് ചെയ്ത് അങ്ങനെ അത് മൊത്തത്തിൽ പൊട്ടി. എന്താ പിള്ളേർ നമ്മളെന്താ വെച്ചാൽ രാവിലെ വെച്ച് നടക്കാൻ ഇറങ്ങിയിരിക്കണേ, ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇപ്പം നടന്നിട്ട് കേട്ടാ. നമ്മളോട് സ്വീറ്റാട്ടം ശങ്കരിയുണ്ട്, പിന്നെ ഇത് നമ്മുടെ റൂമിലെ പുള്ളിക്കാരനാണ്. നമ്മുടെ റൂമിലാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ആള്. വണ്ടി ശങ്കരി സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഇപ്പം റെഡിയാക്കി പെട്രോളിൽ നിന്ന് പറയുന്നത് എന്നാലും സ്റ്റാർട്ട് ചെയ്യും. അടിക്കണില്ല അപ്പോഴും അടിച്ചു പഠിക്കണില്ല. നേരത്തെ വരുന്നു നടക്കുവോ ചേപ്പാ ക്ലച്ച് ഇത് ഒന്ന് പിടിക്കണം. ഓണി നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത നമ്മള് നടത്തു തരാം. ഇല്ലടല്ല അപ്പൊ നമ്മൾ ശങ്കരി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാലക്കിട്ട് ഇതെങ്ങനെ സംഭവം? അത് വണ്ടി ഏത് വണ്ടി എണ്ണ കഴിഞ്ഞ നമ്മളൊന്ന് ചരിച്ച് കിടത്തി ഒന്ന് 10-10 ഇങ്ങനെ ഇങ്ങനെ അമത്തി അവിടെ സ്റ്റാർട്ടാവും. കാലക്കിട്ട സത്യം പറ. ഇല്ലടല്ല ആനെ മാത്രമല്ല നമുക്ക് വണ്ടിനെയും വിൽക്കാൻ പറ്റിയ ഒരാളാണ് നമ്മുടെ ശങ്കരി. ഹലോ ഗായ്സ്, ഞങ്ങളപ്പോ ഇവിടെ വന്ന് പുറത്തേക്കൊന്ന് നടക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങി. വന്ന് നടക്കാൻ ഇറങ്ങിയ നല്ല ഇറക്കം, തിരിച്ച് കയറണ്ടേന്ന് പറഞ്ഞ് റിട്ടേൺ അതേപോലെ നടക്കുക. അപ്പോൾ നമ്മുടെ ഏട്ടൻ നോക്ക് നടക്കണം, വണ്ടിയെ നോക്ക് വണ്ടിയെ വലിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നടന്നാൽ എങ്ങനെ ഉണ്ടാകും? അത് കാരണം ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ പോകുക. എല്ലാവരും നമ്മുടെ ഇവിടുത്തെ റോഡ് വീലർ ബാലോട്ട് മെരുക്കി കൊട്ടിരിക്കുക. എല്ലാവരും എണീറ്റു. ദാസാട്ടൻ കേക്കേട്ടൻ പരിപാടി ശങ്കരി നോക്കട്ടെ. എനിക്ക് കൈ തരുമോ? എനിക്ക് കൈതാ 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 കൈതടാ കൈതാ എന്ത് തരത്തി കൈതാ കൈതാ നീയാണ് മോൻ. എന്ത് ചങ്ങന്റെ ദത്തുപുത്രായി പുത്രേ പുത്രന പുത്രി ആ കൈതാ ആ കൈ ആ കൈ ആ കൈതാ ചങ്ങന്റെ ദത്തുപുത്രി എന്തുവാ ആ കൈതാ കൈതാ ആ കൈതാ ആ കൈ ആ കൈ ആ കൈ ആ കൈ ആ കൈ ആ കൈ ഇത് അക്ക അത് 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 ഇത് വേണ്ട എനിക്ക് അത് വേണം. എന്ത് വേണം? ഇന്നത് താഴത്തെ കൊടുക്ക് അവരെ കൊടുക്ക് അവരെ കൊടുക്ക്. കൈതാ നീ എന്നാലും ശങ്കരി കഴിഞ്ഞു നിന്റെ കോട്ട കഴിഞ്ഞു. വാ അപ്പൊ നമുക്ക് വരുന്ന ഫുഡ് എത്തി. കേരള ഫുഡ്. ഹലോ, ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് പുട്ടിന്റെ ഒപ്പം കറി, നല്ല ചെറുപയർ കറി. ചീത്തട്ടാ ഫുഡ് എങ്ങനെയുണ്ട്? ഞാൻ കുറച്ച് ചെറുപയർ കറി വെക്കാം അല്ലേ? നല്ല ചൂട് ചെറുപയർ കറിയും. അപ്പൊ നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയറാണ്. സംബന്ധിച്ച് കൂടുതൽ ഇറങ്ങാൻ പോകണ്ട. അപ്പൊ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾ തളർന്ന് പോകും സത്യം പറഞ്ഞാൽ. ശങ്കര കഴിച്ചുകൊണ്ട് സ്വീറ്റാട്ടൻ വേണ്ടി ഉണ്ടല്ലോ, സ്വീറ്റാൻ്റെ പ്ലേറ്റാണ്. സ്വീറ്റാട്ടൻ ചിക്കൻ കറി എടുക്കാൻ വേണ്ടി പോയിരിക്കണേ. കഴിച്ചിട്ട് ഇനി നേരെ പോയി പൂളിൽ ഇറങ്ങാം. എന്നിട്ട് കുളിച്ച് കണ്ടാണ് ബാക്കി പിള്ളേരോട് കഴിക്കല്. അപ്പോൾ പൂളെത്തിട്ട് വരാം. അതെ, സ്വീറ്റാട്ടൻ ചിക്കൻ കറി ആയിട്ട് വന്നിട്ട് ഇയാളെ കഴിച്ചു നോക്കാം. എനിക്ക് ഇത്തിരി ലെഗ് പീസ് ചാറ് മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ചാറ് ചെറിയ പീസ് മതി.
ഓക്കെ. അപ്പോൾ പുള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരും ഒരു കുറ്റി പുട്ട് കഴിച്ചു. എല്ലാവരും തളരും സത്യം പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ ടീം ഓൾറെഡി അവിടെ എത്തിയിട്ടില്ല. അവർ ഫുൾ വൈബിലാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറം പൂള് അതാ അപ്പൊ നമ്മൾ പൂളിൽ ഇറങ്ങിയിട്ടില്ല. ഇനി ഫുൾ വൈബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് നോക്കിയാൽ കഴിഞ്ഞ് നമ്മൾ വീഡിയോ വരുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ പൂൾ, അതാണ് നമ്മുടെ വൈബ്. അതെ, അത് കാണിക്കാൻ പറ്റില്ല. വെള്ളം അടിച്ചിരിക്കും. അതങ്ങനെ അത് അങ്ങനെ കുമ്പുള്ളൂ സംഭവം. പെട്ടെന്ന് വെള്ളം കുടിച്ചേ റെഡി തുടങ്ങി. ചാടിക്കോ, ചാടാ ഇറങ്ങി ഇറങ്ങാൻ പോകണല്ല. അതേ ചാടി ചാടോ ശങ്കരി. ചില്ലറല്ല. അപ്പൊ നമ്മളെന്ന് പൂളിലൊക്കെ പോയി ഇറങ്ങി നേരെ ഡ്രസ്സൊക്കെ മാറിയുള്ളത് സംഭവിച്ചില്ല. പൂളിൽ ഇറങ്ങിയില്ലല്ലേ, പെട്ടെന്ന് ഒരു മഴ കാര്യങ്ങളൊക്കെ വന്നത്. ഞാൻ പൂളിൽ ഒരു 5 പ്രാവശ്യം ചാടി. അതിനുശേഷം എന്താ നോക്കുന്ന സമയത്ത് ചെവിയിലൊക്കെ വെള്ളം കയറിയിട്ടോ. സത്യം പറഞ്ഞാൽ ലോക്കായി. സത്യം പറഞ്ഞാൽ എനിക്ക് തലയോട്ടിലൊക്കെ വന്ന് ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെ റൂമത്തെ ഡ്രസ്സൊക്കെ മാറി. ഇപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ടീമൊക്കെ പിന്നെ എല്ലാവരും റെഡി ആയിട്ടില്ലേ. ഇനി എന്താ വെച്ചാൽ ഫുഡ് കഴിക്കുക, നേരെ ഇവിടെ ഇറങ്ങാം. ഇവിടെ നമ്മൾ അടുത്തൊരു അമ്പലം തിരുനെല്ലായി അല്ലേ, ക്ഷേത്രം. അതെ, തിരുനെല്ലായി ക്ഷേത്രം കേട്ടല്ലോ. അവിടെ പോവാ. എന്നിട്ട് നമ്മൾ അവിടെ നേരെ നമ്മുടെ ഡയറക്റ്റ് വീട്ടിലോട്ട്. അപ്പോൾ ഫുഡ് നമ്മളോട് കഴിച്ചു. ഇനിയിപ്പോൾ ചായ കുടിക്കുക. ചായ വേണ്ടിട്ടുണ്ട്. അങ്ങനെ പോവില്ലേ, പോണം, അമ്പലത്തിൽ പോവാ. നേരെ എന്നിട്ട് നേരെ നമ്മുടെ നാട് പാലക്കാട്ടേക്ക്. അതെ, പാലക്കാട്ടിലോട്ട്. അപ്പൊ നമ്മൾ അന്വേഷിച്ച് ഇന്ന് ഇറങ്ങാണ്. അല്ല ഷൈപ്പ് ഇറങ്ങാണ്. സമയമായി. അപ്പൊ നമ്മൾ നേരെ തിരുനെല്ലി അമ്പലത്തിൽ പോകണം. ഇപ്പൊ ബാങ്ക് കാര്യങ്ങളൊക്കെ എടുത്ത് ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് വരാം. കില്ലാടില്ല. അപ്പോൾ നമ്മൾ അന്ന് വിഷയം തിരുനെല്ലി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ അമ്പലത്തേക്ക് പോവുക. അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. ആ ഒരു ചടങ്ങുണ്ട്. എനിക്ക് തളർന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ അമ്പലത്തിൽ പോകണം. തപ്പിക്കൊണ്ടിരിക്കാം. കറക്റ്റ് ഒരു ടൗണാണ്. ടൗണിലല്ല, ഒരു വില്ലേജ് ഏരിയ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കും. കില്ലാടിയല്ലേ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ചു. നമ്മളവിടെ കുറേ നടന്നു. കില്ലാടില്ല എന്ന് വെച്ചാൽ അമ്പലം 5:30 തുറക്കുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ നടന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു ഹോട്ടലുണ്ട്. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പൊറോട്ട ഉണ്ടായിരുന്നു, പോർക്ക് ഉണ്ടായിരുന്നു, ചപ്പാത്തി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ കഴിച്ചു. അതെ. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അരുവിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീം ഓൾറെഡി പോയി. ഇപ്പം ഞാനും സുഹിത്താനും ശങ്കരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാൻ പറ്റി കുറേ നേരം കേട്ടാ. എന്ന് വെച്ചാൽ പൊറോട്ട ആയിരുന്നെങ്കിൽ ഇനി നടക്കാനും വേണം, വേറെ വഴിയില്ല. പൊറോട്ട കുറച്ച് ചെറിയൊരു പണിപാളി വേണ്ട മാവൊക്കെ ആയിട്ട് നമുക്ക് കാര്യമില്ല. നമ്മളെന്തായാലും അരുവി എത്തിയിട്ട് വരാം. ഇനിയിപ്പോൾ എന്തായാലും 5:30 നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പോകണല്ലോ. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെയൊക്കെ കുറച്ച് നേരം ഇറങ്ങി ചില്ലടിച്ചിട്ട് നമുക്ക് നേരെ അമ്പലത്തിൽ പോകാം. അപ്പോൾ നമുക്ക് അരുവിയുടെ അടുത്ത് പോകാം. അതെ അതെ, ചില്ലട നമ്മൾ അരുവിയിൽ എത്തിയിരിക്കണം. അങ്ങനെ നമ്മുടെ ടീം ഓൾറെഡി വണ്ടിയിലൊക്കെ വന്ന് സെറ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മളിന് അങ്ങോട്ടേക്ക് പോവാം. അരുവി പറയാൻ ചിലട ഈ എന്താ വെച്ചാൽ സാധാരണ വേനൽക്കാലത്ത് നമുക്ക് അരുവിയൊന്നും ഇറങ്ങാൻ പറ്റില്ല. അത് വെച്ചാൽ ഇത് മഴക്കാലത്ത് നമ്മളെ ബോഡി ഓൾറെഡി ഒരു തണുത്ത ഫീൽ പോലായിട്ട് പിന്നെ ഇറങ്ങാൻ നടക്കില്ല. ടീം മൊത്തം നമ്മളിവിടെ ഉണ്ട്.
കുറച്ച് പേര് അവിടെ ഉണ്ട്. അതാ കപ്പിൾസോ? കപ്പിൾസ് ഉണ്ട്. അതിനകത്ത് ഇവരുടെ കപ്പിൾസാണ്. സോറി, അവർ നമ്മൾ സ്വകാര്യത നമ്മൾ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അരുവിത്തിൻ്റെ അപ്പോൾ അരുവിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടോ. വീഡിയോസൊക്കെ നമുക്ക് കാണിച്ചു തരാം. കണ്ടോ അരുവി വേണ്ട സെറ്റാണ്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു പാലും എന്തൊക്കെ ആയിട്ടാണ്. എന്തായാലും ക്രിക്കറ്റ് പറയുന്നത് ശങ്കരുണ്ട്. ഞങ്ങൾ അന്വേഷിക്കുന്നില്ല. അങ്ങനെ അവിടെ അവർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അമ്പലത്തിൽ പോകണ കാരണം ഇപ്പോൾ പോർക്കൊക്കെ കഴിച്ചില്ല. അപ്പോൾ അവർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് സംബന്ധിച്ച് നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു. ഇവിടെ എന്താ സെറ്റപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ നീന്തായിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇവിടെ അരുവിക്കാരൊന്നും കണ്ടില്ല. അവിടെ കാണിച്ചു തരാം. അയ്യോ. അപ്പോൾ നമ്മൾ അമ്പലത്തിന് സൈഡ് എത്തിയിട്ട് അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതാണ് അമ്പലം അവിടെ കാണുന്നത്. അതാ ബാക്കിൽ കാണുന്നത്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ചായ കുടിച്ചിട്ട് വരാം. ബ്രോ കാപ്പി എന്ന് പറഞ്ഞാൽ ബ്രൂ കാപ്പി പറയുന്നുണ്ട്. ഇതാണ് ബ്രൂ കാപ്പി. ഇതെന്താണ് കാശിന്റെ പാതിയാണ് ഇതെന്ന് പറഞ്ഞു. മൊത്തം ഹെല്ലിന് സീറ്റായിട്ട് സീതടാ വ്ളോഗ് ചെയ്യും നമ്മുടെ ടീമിന് മൊത്തം. ഇതാണ് സജിമോൻ. ഹായ് ഇത് കിരൺ, പ്രശാന്ത്, ബാലോട്ട്, ഫോണേ കയ്യിൽ വെക്കാം. ചാർജ് ഇല്ലാന്ന് നമ്പർ നീയോ എന്ത് നമ്പർ ഒന്ന് പണിയാട്ടാ? എന്ത് നമ്പർ? നമ്പർ എണക്കുരുവികൾ നമ്മൾ തിരുനെല്ലി അമ്പലത്തിലോട്ടാണ് നിൽക്കുന്നത്. തോക്കെടുക്കണോ? ഒന്ന് വെച്ച് കൊടുക്ക്. ഇതിവിടെ സീസണൊക്കെ ഉണ്ടോ അമ്പലത്തിൽ? നല്ല ആളുടെ അടുത്ത് നീ ചോദിക്കണ്. ഒന്ന് ചോദിക്കാൻ അവൻ്റെ അടുത്ത്. ഇവിടെ ഞാൻ ഇവിടേക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്കറിയില്ല. അതുകൊണ്ടോ അയാൾ വയനാട് അവിടെ മാൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ പോയി എടുക്കണം. അന്നിയാ രാത്രി ഉറങ്ങുമ്പോ ഇയാൾ മടി കറണ്ട് എന്തൊക്കെയോ പറയാ. ചിക്കൻ കോഴി ഇറക്ക് ലോഡ് ഇറക്കുന്നൊക്കെ അന്ന് ഒതുവെന്ന് അല്ല രാത്രി പറഞ്ഞത്. ഫസ്റ്റ് ലോഡ് ഇറക്കി കോഴിക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ രാത്രി? ബിസിനസ് മൈൻഡ് മാത്രമേ പൈസ കൊടുക്കും. ഇതൊക്കെയാണ് പറയുന്നത്. ക്ലിയറല്ലേ? അങ്ങനെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയിട്ടുള്ള സംഭവം. വീടെത്തിയിട്ട് കുറച്ച് ദിവസമായിട്ട് അത് എന്താ വെച്ചാൽ നമ്മുടെ കൺക്ലൂഷൻ വന്നിട്ട് ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ. ഒരാഴ്ച ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ എടുക്കുന്നത്. എന്താ വെച്ചാൽ അതിന് ശേഷം ഫുള്ള് ബിസി ആയില്ലേ. കുറെ കാര്യങ്ങൾ, കുറച്ച് ഓട്ടം കാര്യങ്ങളൊക്കെ ആയി, കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയി. കാരണം ഫുള്ള് തിരക്കായി. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു ഇവിടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ണന്മാരായിട്ട് ട്രിപ്പ് ഞാൻ ആദ്യമായിട്ട് പോകുന്നില്ല ഇവരൊക്കെ ആയിട്ട്. പക്ഷേ ഫുൾ വൈബായിരുന്നു. ഞങ്ങൾ ഏകദേശം 17 സീറ്റിന്റെ ട്രാവലറാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ എന്താ വെച്ചാൽ 10 പേരെ വന്നുള്ളൂ. പക്ഷേ 10 പേരാണെങ്കിലും കുഴപ്പമില്ല, സെറ്റായിരുന്നു. ഫുൾ വൈബായിരുന്നു. നിങ്ങൾ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ വെച്ചാൽ ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഇതൊരു നമ്മളൊരു തീർത്ഥാടന യാത്ര എന്നതിൽ പോയി. പക്ഷേ വൈബ് അടിച്ചിട്ടുള്ള വയനാട് നമ്മൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. ഫുൾ ചിൽ മൈൻഡായിരുന്നു, ഫുൾ ചിൽ മൂഡായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഇനിയും പോയി ഇടക്കിലുള്ള. അപ്പം എന്താ വെച്ചാൽ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ അണ്ണന്മാരുമായിട്ട്. അപ്പം എന്താ വെച്ചാൽ വൈകാതെ തന്നെ നമ്മുടെ അടുത്തൊരു വ്ളോഗ് കൂടി വരുന്നതാണ്. അപ്പോൾ അതേ പറഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ അടുത്തൊരു വീഡിയോ വരെ ഇടല. എന്താ വെച്ചാൽ നമ്മൾ ഫുള്ള് ഇനി വ്ളോഗ് ഞങ്ങൾക്ക് ഡെയിലി ലൈഫ് ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി വ്ളോഗൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പറ്റുവാണെങ്കിൽ നമ്മൾ ഇടും. വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതേ പറഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ. വെറ്റി കൊല്ലവനെ